ഒരുപക്ഷെ ഈ ആറന്മുള വിമാനത്താവളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനസമൂഹത്തിൽ ചർച്ചയാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത്തരത്തിൽ കൃത്യമായി ആറന്മുള വിമാനത്താവളത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങൾ ജനങ്ങളുടെ ചർച്ചയിലേക്ക്, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ സജിത് പരമേശ്വരൻ. ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചരിത്ര വഴികളൊക്കെ കൃത്യമായി അറിയാം. ആറന്മുളയുടെ ഓരോ വയലിൻ്റെയും ഓരോ പുഞ്ചയുടെയും പേര് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. കാരണം ആറന്മുള ഉൾപ്പെടുന്ന, പള്ളിയോടങ്ങൾ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കരയിൽ താമസിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ സ്വകാര്യ വ്യക്തി, അതായത് ഏബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഡ്രോൺ പറത്തിക്കൊണ്ട് നടത്തിയ സർവേ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ശ്രീ സജിത് പരമേശ്വരൻ. സജിത് പരമേശ്വരൻ, ഇവിടെ സരിന സുണ്ണിത്താൻ പറയുന്നത് ഇവിടെ സതീശൻ സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. ഒരു സ്വകാര്യ വ്യക്തി അങ്ങനെ ഡ്രോൺ പറത്തിയെന്ന് കരുതി അതൊക്കെ സർക്കാരിൻ്റെ ഒരു നീക്കമാണോ? അതുമാത്രമല്ല, ബാക്കിയുള്ള ആളുകളൊക്കെ വികസനത്തിനെതിരാണ്. പത്തനംതിട്ടയ്ക്ക് വികസനം വേണ്ടേ? ശബരിമലയിലേക്ക് കൂടുതൽ അയ്യപ്പ ഭക്തർ വരുന്നതല്ലേ? അവിടെ വിമാനത്താവളം വേണ്ടേ? അയോധ്യയിൽ വിമാനത്താവളമില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിനുള്ള മറുപടി ശ്രീ സജിത് പരമേശ്വരൻ? തീർച്ചയായിട്ടും കേരളം ചർച്ച ചെയ്ത ഹരിത MLA-മാർ എന്ന് നമ്മൾ പണ്ട് പറയുന്ന ആ ഹരിത MLA-മാരുടെ ഗ്രൂപ്പിൽപ്പെട്ട പ്രധാന ആളാണ് ശ്രീ VD സതീശൻ. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം. നമ്മൾ ശബരിമലയുടെ ബന്ധം, അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളം. ആറന്മുള വിമാനത്താവള പദ്ധതി ഏതാണ്ട് 10 വർഷം മുമ്പ് ഉപേക്ഷിക്കപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറന്മുള ആ പ്രത്യേക സ്ഥലം പഠനം നടത്തിയ, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ എൻവിറോ കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് അതിന് പ്രത്യേക യോഗ്യതയൊന്നുമില്ല. അവര് ഈ ആറന്മുള വിമാനത്താവള മേഖല സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യവിരുദ്ധമാണ്. അതായത് there is no temples and religious institutions in the around the 10 kilometers of the proposed land എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എന്താ സംഭവം? വെറും 200 മീറ്റർ അപ്പുറത്താണ് ആറന്മുള ക്ഷേത്രം. എന്നിട്ടാണ് ഇവർ ഈ റിപ്പോർട്ട്, വ്യാജമായ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രശ്നത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ആറന്മുള വിമാനത്താവളത്തെ നമ്മൾ എതിർക്കുന്നത്? നമുക്കറിയാം, കിഴക്ക് പുളിച്ചിമലയിൽ നിന്നും പമ്പയ്ക്ക് മുകളിൽ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പമ്പാ നദി മല ഇടുക്കുകൾക്കുള്ളിൽ ഒഴുകി വരുന്നത്. നിസ്സാരം 1-2 കിലോമീറ്റർ അല്ല, ഏതാണ്ട് 70 കിലോമീറ്ററിന് മുകളിൽ മലയിടുക്കുകൾക്കുള്ളിൽ കൂടാണ്. അതായത് നമ്മൾ നാടിൻ പ്രദേശമായിട്ട് നമ്മൾ കാണുന്ന അയിരൂര് വരെ, അയിരൂരിന് താഴെ വരെ, ഏതാണ്ട് കുറിയന്നൂര് വരെ ഇത് മലയുടെ ഇടുക്കുകളാണ്. നമുക്ക് നേരെ കുറിയന്നൂര് ഉള്ള ആ ഒരു ചരൽക്കുന്നിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പമ്പയുടെ ഷേപ്പ് വളരെ കൃത്യമായിട്ട് അതിന്റെ ജിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അറിയാം. 2 സൈഡിലും മലകളാണ്. വെള്ളം കയറി ഒതുങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ, പ്രളയകാലം പമ്പ കുത്തി ഒഴുകി വരുമ്പോൾ പമ്പ ഉഗ്രരൂപിണിയായിട്ടാണ് വരുന്നത്. സാധാരണ നമ്മൾ കാണുന്ന അവസ്ഥയല്ല. പമ്പയ്ക്കൊരു ഭയങ്കരമായ ഭീകരമുഖമുണ്ട്. ഈ വരുന്ന പ്രയാണ വീതിയിൽ ഏതാണ്ട് 70 കിലോമീറ്റർ പ്രയാണ വീതിയിൽ ഈ പമ്പാ നദി കയറി ഒതുങ്ങാനുള്ള സ്ഥലമില്ല. ഈ അധിക ജലം കയറി ഒതുങ്ങിയെങ്കിൽ മാത്രമേ പടിഞ്ഞാട്ടുള്ള പ്രവാഹത്തിന് ശക്തി കുറയും. റാന്നിയിൽ അല്പമുണ്ട്, പുതമണ്ണ് മേഖലയിൽ അല്പമുണ്ട്, അയിരൂര് മേഖലയിൽ അല്പമുണ്ട്. പക്ഷെങ്കിൽ വ്യാപകമായ രീതിയിൽ വെള്ളം കയറി ഒതുങ്ങാനുള്ള ഒരേ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇടനാട് മേഖലയാണ്. കോഴഞ്ചേരി കഴിയുമ്പോഴത്തേക്ക് കോഴഞ്ചേരിക്ക് അപ്പം മുകളിൽ വെച്ച് തന്നെ മലനിരകൾ അപ്രത്യക്ഷമായി പമ്പ ഇടനാടിലൂടെ വളരെ വിശാലമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ വീതിയിൽ പമ്പയുടെ പ്രയാണപതി വഴി നോക്കുമ്പോൾ പമ്പ പരന്നൊഴുകുന്ന മേഖല ആറന്മുളയാണ്. ഈ അധിക ജലം, ഈ ഉഗ്രരൂപണിയായി വരുന്ന പമ്പയിലെ അധിക ജലം ഈ 10,500 ഏക്കർ വിസ്തൃതിയുള്ള ആറന്മുള പുഞ്ചയിൽ കയറി ഒതുങ്ങുമ്പോൾ മാത്രമാണ് പടിഞ്ഞാട്ടുള്ള തള്ളൽ എന്ന് കുറയുന്നത്. ആറന്മുള പുഞ്ച മാത്രമല്ല, എറൗണ്ട് ഒരു 5000 ഏക്കർ സ്ഥലത്തിലേക്ക് ഇന്ന് പരക്കുകയാണ് 2 സൈഡിലേക്കും. അന്നേരം അവിടെ കയറി ഒതുങ്ങാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ടാണ് പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള ആ പ്രവാഹത്തിന്റെ ശക്തി കുറയുന്നത്. അല്ലെങ്കിൽ ഇടിച്ചു നിരത്തിക്കൊണ്ടായിരിക്കും പമ്പ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം. ഞാനിത് പറയുന്നത്, ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. പമ്പാ നദിയുടെ തീരത്ത് നിന്നും ഈ പ്രപ്പോസ്ഡ് ലാൻഡിലേക്കുള്ള ദൂരം ഞങ്ങള് 15 വർഷം മുമ്പ് അളന്നു നോക്കിയതാണ്. വെറും 260 മീറ്റർ ആണ്.
സത്രക്കടവിൽ നിന്നും, ആറന്മുള സത്രക്കടവിന്റെ ആ വളവിൽ നിന്നും നേരെ ഈ വിമാനത്താവള ഭൂമിയിലേക്കുള്ള ദൂരം 260 മീറ്ററാണ്. 2018 സംഭവിച്ച വെള്ളപ്പൊക്കത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. അന്നേരം ഈ ഭാഗം നികന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ മേഖല തള്ളി. ഇതാണ് നമ്മൾ ഉയർത്തിക്കാട്ടുന്ന ഒന്നാമത്തെ വിഷയം. ഇനി കാര്യം പറയാം. ഈ ഡ്രോൺ പറത്തിയത്, ഈ മേഖലയിൽ ഇപ്പം ഡ്രോൺ പറത്തിയതാണല്ലോ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഡിസ്പ്യൂട്ടഡ് ഏരിയയാണ്. 232 ഏക്കർ ഭൂമി അത്രേ മേടിച്ചിട്ടുള്ളൂ. വിമാനത്താവളത്തിന് കുറഞ്ഞത് 1500 ഏക്കർ ഭൂമി വേണമെന്ന് ഏബ്രഹാം കലമണ്ണിൽ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് 232 ഏക്കറാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഭൂമി യാതൊരു കാര്യവുമില്ലാതെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട്, അതായത് നമുക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു വ്യക്തിക്ക്, ഒരു സംഘടനയ്ക്ക് 15 ഏക്കർ ഭൂമിയിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. പക്ഷേ വാങ്ങാം. എന്താണ്? നമ്മൾ പർപ്പസ് കാണിച്ചിരിക്കണം. എനിക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണം, അതിന് കുറഞ്ഞത് ഇത്ര ഏക്കർ ഭൂമി വേണമെന്നുണ്ട്. വിമാനത്താവള ഭൂമിയാണെങ്കിൽ കുറഞ്ഞത് ഒരു 1500 ഏക്കറെങ്കിലും വേണമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. വലിയൊരു വിമാനത്താവളത്തിന് 3000 ഏക്കറോളം സ്ഥലം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആയിക്കോട്ടെ, ഈ 1500 ഏക്കർ ഭൂമി വേണം. പക്ഷെ അദ്ദേഹം ഭൂമി വാങ്ങിക്കൂട്ടിയത് പർപ്പസ് കാണിച്ചിട്ടില്ല. 2003, 2004 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ ഈ ഒരു എയർ സ്ട്രിപ്പിന് ആവശ്യമായ ഭൂമിയാണ് അദ്ദേഹം ആറന്മുളയിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. അവിടെ ആറന്മുളയിലെ ആൾക്കാരത്, കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയമല്ലേ, അവരത് 10ഉം 200ഉം 500ഉം രൂപയ്ക്ക് ഓരോ സെന്റ് ഭൂമിയും കൊടുത്തു, വയൽ മേഖല കൊടുത്തു, കുട്ടികൾക്ക് വേണ്ടിയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഈ ഭൂമി പിന്നീട് 232 ഏക്കർ ഭൂമിയും മറിച്ചു വിൽക്കാനാണ് ഏബ്രഹാം കലമണ്ണിൽ ശ്രമിച്ചത്. അതാണ് ആ മറിച്ചു വിറ്റ് ഒരു വൻ ലാഭം അദ്ദേഹത്തിന് കൊയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ പർപ്പസ് കാണിച്ചിട്ടാണോ ഇത് വാങ്ങിയെ? നാട്ടുകാരോട് പറഞ്ഞു എയർ സ്ട്രിപ്പ് തുടങ്ങാനായിട്ടാണ് ഞാൻ ഈ പദ്ധതിക്ക് ഒരുങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പർപ്പസ് കാണിക്കാതെ ഭൂമി മേടിക്കുക മാത്രമല്ല, നിയമം മറികടന്ന് അവിടെയുള്ള കരിമാരൻ കുന്നിടിച്ച് നിരത്തി. 2004 കാര്യമാണ് ഞാൻ പറയുന്നത്. കരിമാരൻ കുന്ന് ഇടിച്ച് നിരത്തി അവിടുത്തെ 2 തോട്, കോഴിത്തോട്, വലിയ തോട്, കരിമാരൻ തോട്, 3 തോട് വങ്ങ് നികത്തി 41 ഏക്കർ ഭൂമി നികത്തി. റവന്യൂ പുറമ്പോക്ക് ഭൂമി കയ്യേറി നികത്തി. അന്ന് KSKTU ഒക്കെ സമരം ചെയ്ത കാര്യമാണ്. അന്ന് പൊക്ലൈനർ JCB കത്തിക്കുകയൊക്കെ ചെയ്ത് വലിയ ബഹളം ഉണ്ടായ കാര്യമാണ്. 2004 ഞാൻ പത്രത്തിൽ ലേഖനായിട്ടിരിക്കുമ്പോ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. വലിയ വാർത്തയായിരുന്നു. ഇത് ഇഷ്യൂ ആയിട്ട് വരുമ്പോഴെപ്പോഴാണ് ശരിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. മുമ്പ് നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി കാര്യം പറഞ്ഞ ശരിയാണ്. ഇതിന് അനുമതി കൊടുത്തത്, തത്വത്തിൽ അംഗീകാരം കൊടുത്തത് VH അച്യുതാനന്ദന്റെ മന്ത്രിസഭ തന്നെയാണ്. പറഞ്ഞത് ശരിയാണ്. ഞാനും അത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആറന്മുള, മല്ലേപ്പശ്ശേരി, കിടങ്ങന്നൂർ 3 വില്ലേജുകളെ ഉൾപ്പെടുത്തി വ്യവസായ മേഖല പ്രഖ്യാപനം നടത്തിയത്. അതെന്ത് ഉദ്ദേശത്തിന്റെ പേരിലായിരുന്നു? ആറന്മുള വിമാനത്താവളമാണ് ലക്ഷ്യമെങ്കിൽ ഈ 3 മേഖലയിലെ ഒരു വലിയ മേഖലയിലെ ജനതയെ മുഴുവൻ വ്യവസായ മേഖലയുടെ അണ്ടറിൽ കൊണ്ടുവരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു വ്യവസായ മേഖല പ്രഖ്യാപനം നടന്ന ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. ഭൂമി വിൽക്കാൻ പറ്റില്ല, ഭൂമി പണയപ്പെടുത്താൻ പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തണം, ഭൂമി ഒന്ന് പണയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓൺലി ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്, അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം, ഒരു കൃഷി ചെയ്യാനൊക്കില്ല, വ്യവസായമല്ല തുടങ്ങാനൊക്കില്ല. ജനങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാവില്ല. അങ്ങനെയാണ് ആറന്മുള പ്രക്ഷോഭം ഉണ്ടാകുന്നത്. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പി പ്രസാദും ഒക്കെ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഏതാണ്ട് 1.5 വർഷം നീണ്ടുനിന്ന അത്യുഗ്രമായ പ്രക്ഷോഭം. ആറന്മുള കുടുംബമുള്ള സുഗതകുമാരി ടീച്ചറും ഉണ്ടായിരുന്നു. സുഗതകുമാരി ടീച്ചറും അതിനകത്ത് പങ്കെടുത്തിരുന്നു. അതെല്ലാം വലിയ ഭയങ്കരമായിരുന്നു. നമ്മൾ വികസനത്തിനെതിരെ വിമാനത്താവളം വരട്ടെ, കൊടുമണ്ണി വരട്ടെ, 3000 ഏക്കർ ഭൂമിയാണ് കൊടുമണ്ണിലുണ്ട് ഉള്ളത്. ഈ പരിസ്ഥിതിയിലൊക്കെ വളരെ വിശ്വാസമുള്ള ആളാണല്ലോ VD സതീശൻ. VD സതീശൻ വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുമണ്ണിൽ വിമാനത്താവളം വരാം. 3000 ഏക്കർ ഭൂമിയാണ്, സർക്കാരിന്റെ ഭൂമിയാണ്, പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വക ഭൂമിയാണ്. അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പൊ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ 1500ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു. ഇന്ന് കാട് കയറി പന്നിയുടെ വാസ മേഖലയായി മാറിയിരിക്കുന്ന ഈ പറയുന്ന കൊടുമണ്ണ് അവിടെ വിമാനത്താവളം വരട്ടെ.
അതാണ് എതിരില്ല. പത്തനംതിട്ട ആരെയും ജില്ലയിൽ തന്നെ പിന്തുണയ്ക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ യാതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാവാത്ത ഒരു ഭൂപ്രദേശം കിടക്കുമ്പോഴാണ് ആറന്മുളയിൽ തന്നെ ഇത് നടപ്പാക്കാനുള്ള ഗൂഢ നീക്കം നടക്കുന്നത്.